താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലെ കൊറ്റമ്മ മേഖലയിൽ മോഷണം പെരുകുന്നതായി പരാതി. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലെ കൊറ്റമ്മ മേഖലയിൽ മോഷണം പെരുകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. 2 കടകളുടെ പൂട്ടു തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ മേശകളിൽ സൂക്ഷിച്ചിരുന്ന പണവും മറ്റു സാധനങ്ങളും കവർന്നു. 2 കടകളിൽ നിന്നായി 16,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. എൻ്റെ പേര് ജിബി വർഗീസ്. ഞാൻ കൊറ്റമ്മം മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. കഴിഞ്ഞ മാസം 1-ാം തീയതി നമ്മുടെ ഇവിടെ ഒരു കടകളിൽ മോഷണം നടത്തുകയുണ്ടായി. ഒരു മാസത്തിനിടയ്ക്ക് 2 കടകളിൽ മോഷണം നടത്തുകയും ഇവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ സെൻറ് റോക്കീസ് കപ്പേലയുടെ ഭണ്ഡാരം കുത്തി തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതനുസരിച്ച് പോലീസ് വന്ന് അതിൻ്റെ അന്വേഷണങ്ങളും നമ്മുടെ ക്യാമറയിൽ വ്യക്തമായിട്ട് മോഷ്ടാക്കളുടെ ദൃശ്യം, ഹെൽമെറ്റ് വെച്ച് 2 പേര് കയറുന്നതും താഴെ പൊളിക്കുന്നതുമായിട്ട് ദൃശ്യം വ്യക്തമായിട്ട് ക്യാമറകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി അതിൻ്റെ അന്വേഷണം ആരംഭിച്ചു. ഞങ്ങൾ മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സർക്കിളായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ഈ മോഷണം പെരുകുന്നതിലുള്ള ഞങ്ങളുടെ വ്യാപാരികളുടെ ആശങ്ക, അതുകൂടാതെ നാട്ടുകാരുടെയും ആശങ്ക വളരെ വലുതാണ്. അതനുസരിച്ച് സ്റ്റേഷനിലെ സർക്കിളുമായിട്ട് ഞങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു. ഞങ്ങളുടെ ആവശ്യം ഈ കൊറ്റം പ്രദേശത്ത് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുകയും അതോടൊപ്പം മോഷ്ടാക്കളെ പിടിക്കുവാനുള്ള നടപടികൾ നടത്തുകയും എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സ്റ്റേഷനിൽ ഞങ്ങൾ റിട്ടേണായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ പോലീസ് 2 ദിവസങ്ങളിൽ ഇവിടെ ഊർജിതമായിട്ട് അന്വേഷണം നടത്തുകയുണ്ടായി. ഇവിടെ അടുത്ത പരിസരത്തുള്ള വീടുകളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ ക്യാമറ പരിശോധിക്കുകയുണ്ടായി. അതനുസരിച്ച് പിന്നീടുള്ള ഫോളോ അപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് മോഷ്ടാക്കളെ പിടിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണ തുടർ നടപടികളെ കുറിച്ചോ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഈ രാത്രികാല പട്രോളിംഗ് ഞങ്ങൾ ശക്തമാക്കണമെന്നുള്ള ആവശ്യവും ഞങ്ങൾ രാത്രികാല പട്രോളിംഗ് നിലവിൽ അത് ആവശ്യം അംഗീകരിച്ചെങ്കിൽ പോലും അത് നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും ഞങ്ങളുടെ ഈ ആശങ്ക മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇനിയും അങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മർച്ചൻ്റ് അസോസിയേഷൻ ശക്തമായ സമരത്തിലേക്ക് നീങ്ങേണ്ട നടപടിയിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും. കാരണം ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കച്ചവടം ചെയ്യാനും ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാനുമുള്ളൊരു സാഹചര്യം, മോഷ്ടാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഞങ്ങൾക്കുണ്ടാവണം. അതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. ഞങ്ങൾക്ക് രാത്രികാല പെട്രോളിങ്ങും അതോടൊപ്പം തന്നെ മോഷ്ടാക്കളെ പിടികൂടുക എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യാപാരികളുടെ ശക്തമായ ആവശ്യം. ഇതിനു പുറമെ കൊറ്റമ്മം ജംഗ്ഷനിലുള്ള സെൻറ് റോക്കീസ് കപ്പേളയുടെ ഭണ്ഡാരം തകർക്കാനും ഇതേ ദിവസങ്ങളിൽ ശ്രമം നടന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണ ശ്രമങ്ങൾ മൂലം മേഖലയിലെ വ്യാപാരികളും ജനങ്ങളും കടുത്ത ആശങ്കയിലാണ്. എൻ്റെ പേര് ഷിബു, കടയുടെ പേര് ഉത്തേജി ടോയ്സ്. കട രാവിലെ ഞാൻ 7 മണിക്ക് കട തുറക്കുമ്പോൾ വന്ന് തുടങ്ങിയപ്പോൾ താഴെ അറുത്ത് കിടക്കുന്ന നിലയിലായിരുന്നു. താഴെ ഞാൻ തലദിവസം കൂട്ടിയുണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ കട തുറന്നപ്പോൾ തന്നെ ആൾക്കാർ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി. അപ്പോൾ അങ്ങനെ ഒരു ഇത് സംഭവിച്ചായിരുന്നു. അപ്പോൾ ഒന്നും അതിൻ്റെ സ്ക്രീൻ പ്രിൻറ്റിങ് എടുക്കാൻ പറ്റിയിട്ടില്ല. പോയതെന്ന് കുറേ പൈസകൾ മേശ ആദ്യം മേശ തന്നെ അവർ ചെയ്തേക്കുന്നത്. മേശ പൊളിച്ച് അത് ആ പൈസകളൊക്കെ എടുത്തു. കുറേ സിസറുണ്ടായി, സിസർ പാക്കറ്റുകൾ 13,000 സിസറുണ്ടായി. അതെല്ലാം മൊത്തം 20,000 സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അവർ. കടയിൽ വെച്ചെന്ന് ഇത് നമ്മുടെ ഈ കോയിൻ ഐറ്റംസ് തന്നെ 10-ൻ്റെ 20 നോട്ട് നമ്മൾ കൊണ്ടുപോകാണ്ടായില്ല. അങ്ങനെ ആ പൈസകളൊക്കെ ഈ കൊണ്ടുപോയത്. ഈ 20-ൻ്റെ കോയിനൊക്കെ 10,000, 2,000, 3,000 കോയിൻ ഉണ്ടായി. 10 നോട്ട് 20 നോട്ടുകൾ, അങ്ങനെ വലിയ നോട്ടുകൾ നമ്മൾ കടയിൽ വെക്കാറില്ല. അങ്ങനെ 10-20,000 അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില്ലറയ്ക്ക് ഇവിടെ ആവശ്യമായതുകൊണ്ട് കിട്ടുന്നതൊക്കെ മേടിച്ച് വയ്ക്കും, സ്റ്റോക്ക് വയ്ക്കും. അത് അവരങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോയി. അവർ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർ അന്വേഷണം നടത്തുന്നുണ്ട്. എല്ലാ ക്യാമറകളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾക്കും ഇവിടെ 3-4-5 ക്യാമറകളുണ്ട്. അപ്പോൾ അവർ ഈ വന്നിരിക്കുന്ന രീതിയിൽ മറ്റേ നാട്ടിലെ നമ്മൾ ലോക്കൽ ടീമുകളാണ്, പുറമേ ഉള്ളവരൊന്നും ലോക്കൽ ടീമുകളാണ് പിടിക്കപ്പെടുന്നവർ. ആ രീതിയിലാണ്.
എൻ്റെ പേര് അവറാച്ചൻ ജോസഫ്. ഞാൻ ഈ മർച്ചൻ്റ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗമാണ്. എൻ്റെ കടയിലാണ് ആദ്യമായിട്ട് അവർ കട കുത്തിപ്പൊളിച്ച് കൂട്ടി തകർത്തകത്ത് കയറിയത്. 10,000-2,000 നഷ്ടപ്പെടുകയും ഇവിടെ സാധനങ്ങളൊക്കെ വലിച്ചിടുക താഴെയൊക്കെ ചെയ്തു. അവിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ രാത്രി കട പൂട്ടി വീട്ടിൽ പോയി കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കുമ്പോൾ എങ്ങനെയാണ് കടയുടെ അവസ്ഥ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം നിലവിൽ കച്ചവടമൊക്കെ കുറവായ സമയമാണ്. അപ്പോൾ 1 രൂപ പോയാലും ആ 1 രൂപയ്ക്ക് 100 രൂപയുടെ വിലയുള്ള പോലെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. വാടക കൊടുക്കണം, കറണ്ട് കാശ് കൊടുക്കണം, പിന്നെ ഞങ്ങളുടെ മറ്റുള്ള ചിലവുകൾ വരുമ്പോൾ ഇങ്ങനെ ഇതും കൂടി വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്കത് കട പൂട്ടി വീട്ടിൽ പോയി കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിനുള്ള അധികാരികൾ പരാതി കൊടുത്തിട്ടുണ്ട്. അധികാരികൾ നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പോലീസ് വന്നപ്പോൾ പറഞ്ഞത് നമുക്ക് അന്വേഷിക്കാം. അവർ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് കപ്പേളയുടെ കൂട്ടും തകർത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലായിടത്തും CCTV ഒക്കെ നോക്കി പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തൊരു ഏകദേശം ഒരു രൂപം കിട്ടിയെന്നുള്ളതാണ് അന്നവർ പറഞ്ഞത്. പിന്നെ അതിനെക്കുറിച്ച് പിന്നെയുള്ള ഇത് നമുക്ക് അറിയില്ല. പിന്നെ എന്താണെന്ന് വെച്ചത് 2 പേര് ഹെൽമെറ്റ് വെച്ചാണ് കടയിൽ കയറിയത്. ജാക്കറ്റ് ഇട്ടുണ്ട്. ബാക്കിൽ അവരുടെ ഒരു ബാഗും ഉണ്ടായിരുന്നു. മുഖം മാത്രം നമുക്ക് അറിയാൻ പറ്റില്ല. ബാക്കി എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ചെരുപ്പുകൾ, ഡ്രസ്സുകളിൽ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഒരാൾ കായമുണ്ടാണ് എടുത്തിരുന്നത്. ഒരാൾ ചെരുപ്പ്, ഒരു ഷൂ പോലത്തെ ഒരു ചെരുപ്പാണ് ഇട്ടിരുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വളരെ വണ്ണം കുറഞ്ഞ ആൾക്കാരാണ് 2 പേരും. നമുക്ക് വേറെ പറയാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് അവരുടെ മുഖം നമ്മളെ കിട്ടാനുള്ള ഇത് ഡ്രസ്സും കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. ആ ഡ്രസ്സ് ഞങ്ങൾ നോക്കണ്ട്. എന്തായാലും പോകുമ്പോൾ ഓരോരുത്തർ പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ ഡ്രസ്സുണ്ട്, ചെരുപ്പുണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇനിയും പോലീസിൻ്റെ തീരുമാനം വന്നാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സംഭവവുമായി ബന്ധപ്പെട്ട് കാലടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും രാത്രികാല പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും കൊറ്റമ്മം മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.